ഗുഡ് മോർണിംഗ്. ഒരു വണ്ടി എങ്ങനെ ഡിമോളിഷ് ചെയ്യാം ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കാം. ആദ്യമായിട്ട് വണ്ടിയുടെ മുമ്പിൽ നിന്നും പുറകിൽ നിന്നും ഓരോ ഫോട്ടോ എടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു അപേക്ഷ എഴുതി നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള RTO ഓഫീസിൽ കൊണ്ടുപോയി അവരെ കാണിക്കുക. അപ്പോൾ അവരതിൻ്റെ ചാസിസ് നമ്പരും എഞ്ചിൻ നമ്പറും കട്ട് ചെയ്ത് കൊടുക്കാൻ പറയും. അതാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷനുമായിട്ട് അവരെ സമീപിക്കുക. അപ്പോൾ അവർ പറയും നിങ്ങളതിൻ്റെ എഞ്ചിൻ നമ്പർ ഗ്രൈൻഡ് ചെയ്ത് മാറ്റിക്കൂ എന്ന്. അതിനുശേഷം ആ ഗ്രൈൻഡ് ചെയ്യുന്ന ഭാഗങ്ങൾ നമ്മളൊരു വീഡിയോ ആയിട്ടെടുത്ത് അവരെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡിമോളിഷ് ചെയ്തതായിട്ടുള്ള ഓർഡർ നമുക്ക് അവർ തരുന്നതാണ്. ഈ വണ്ടി പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനാൽ ഇത് തൂക്കി വിൽക്കാനേ പറ്റുള്ളൂ. കിലോയ്ക്ക് ഇപ്പോൾ 30 രൂപ വിലയുണ്ട് മെറ്റലിന്. 650 കിലോ വരെ ഒരു വണ്ടി. ഏതാണ്ട് 11,000 തൊട്ട് 20,000 രൂപ വരെ വിലയെ നമുക്ക് കിട്ടുകയുള്ളൂ. ഇന്ന് 2024 ഏപ്രിൽ 24-ാം തീയതി രാവിലെ 10 മണി കഴിഞ്ഞു. KL 35 44 35 ജെറ്റ്സ് വണ്ടി പൊളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 17 വർഷം കഴിഞ്ഞ ഈ വണ്ടി ഇന്ന് ഒഫീഷ്യലായിട്ട് ഓർഡർ മേടിച്ച് പൊളിക്കുന്ന ഭാഗമാണ് കാണുന്നത്. ആദ്യമായി ഇതിൻ്റെ ഡോറുകളെല്ലാം ഊരി മാറ്റുന്നതാണ്. ഒക്കെ ഓരോരുത്തർ ചെയ്തല്ല പഠിക്കുന്നത്. നമ്മൾ ജനിച്ചപ്പോഴേ വണ്ടി പൊളിക്കാനായിട്ടാണോ വരുന്നത്? ഇതിൻ്റെ 4 ഡോറുകളുടെയും സ്ക്രൂ ആദ്യം എടുത്ത് മാറ്റി അതിനുശേഷം ഡോറ് ഇളക്കിയെടുക്കും. എടുത്തു ഡോറ് ബാക്കിലെ എടുത്ത് മാറ്റി രണ്ടാമത്തെ ഡോറും എടുത്തു ബാക്കിലെ. അഴിക്കുന്നതല്ലോ. ഓക്കെ. ഫ്രണ്ടിലെ വലത്തുവശത്തെ ഡോറും അഴിച്ചു മാറ്റുന്നു. അതെ, മായാവിക്കാതെ അത് തന്നെ പാട്ടുംപാടി പൊക്കൊണ്ടാൽ മതി. ആയിക്കോട്ടെ. അപ്പോൾ 4ാമത്തെ ഡോറും ഫ്രണ്ടിലെ അഴിഞ്ഞു. ഇതിപ്പം മാറ്റുകയാണ്. മായാവിയോ ബാഹുബലിയോ എന്ത് വേണേലും ആകാം. പുള്ളി ഞാനും ഒന്നിച്ച് ഞങ്ങൾ വലിയ കമ്പനിക്കാരായിരുന്നു. പിന്നെ പുള്ളി നല്ല മനുഷ്യനാ. ഡോക്ടറെ പിടിക്കുക. പിന്നെ നല്ല കൈക്കുണമുള്ള ആളാ. അതെ എനിക്കറിയാം. വരിക ഡോക്ടർമാർ. എല്ലാം പിടിച്ചാൽ ഒത്തിരി സമയമാവുന്നേ. എടുക്കുന്ന സമയം എടുത്താൽ നിങ്ങൾ എങ്കിലും ഞാൻ പിടിക്കുന്നുണ്ട് കുറച്ച് ഇരുന്നോ. അടുത്തു കുഴപ്പമില്ല. അടുത്ത് പോന്നു. ബാക്കിലെ ഡിക്കി ഇങ്ങ് പോന്നു. ഇതിൻ്റെ ബോഡി എങ്കിലും പൊളിച്ച് വെച്ചിരിക്കുകയാണ്. ഊരി ഇത് ഗ്രൈൻഡ് ചെയ്യാനുള്ള ഈ കാണുന്നതാണ് എഞ്ചിൻ നമ്പർ. ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അത് ഗ്രൈൻഡ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് പൊളിക്കാനുള്ള 44-35 KL 35 ഗട്ട്സ് പൊളിക്കാൻ പോവാണ്. ഇതിൻ്റെ പാർട്സ് എല്ലാം ഊരി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ നമ്പറിലിരിക്കുന്ന അടിയിലാണ് കാണിക്കാം.
ഇവിടെ ആയിട്ടാണ് നമ്പരിയിരിക്കുന്നത്. ഇത് ഗ്രൈൻഡ് ചെയ്യുന്നതാണ്. ഗ്രൈൻഡ് ചെയ്യുമ്പോഴത്തെ വീഡിയോ എടുക്കാം. സംഭവം അറിയോ? തിരിച്ച് കയ്യെ വന്ന് കയറും. അങ്ങനെ ഇപ്പോൾ പിടിച്ചാൽ കുറച്ചുകൂടെ കയറ്റി പിടിച്ചാൽ മതി. നമ്പർ അങ്ങോട്ട് പോകണം, അത്രേ ഉള്ളൂ. അവസാനമായി എഞ്ചിൻ നമ്പർ ഗ്രൈൻഡ് ചെയ്യുന്ന ഭാഗം നമ്മൾ വീഡിയോ ആയിട്ട് എടുത്ത് അസിസ്റ്റൻ്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ ക്ലിയർ ആകുന്നത്. അതിനുശേഷം അവർ നമുക്ക് ഒരു ഓർഡർ തരും. ഈ ഓർഡർ ലഭിക്കാനായിട്ട് 3-4 ദിവസം എടുക്കും. ആ ഓർഡർ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പൂഞ്ഞാർ കുര്യൻ.